ബാലയും ഭാര്യ കോകിലയും പ്രേക്ഷകർക്ക് പരിചിതരാണ്. എലിസബത്തുമായി വേർപിരിഞ്ഞതിന് ശേഷമായിരുന്നു ബാലയുടെ ജീവിതത്തിലേക്ക് കോകില എത്തുന്നത്. മുറപ്പെണ്ണായിരുന്നു. വർഷങ്ങളായി അറിയുന്നവരുമാണ്. എൻ്റെ അമ്മയെ നന്നായി നോക്കുന്ന കുട്ടി കൂടി. അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു ഇഷ്ടമുള്ളതായി അറിയില്ലായിരുന്നു. രജിസ്റ്റർ വിവാഹത്തിന് പിന്നാലെയായി കോകിലയും ചേർത്ത് പിടിച്ച് ബാല മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പുതിയ വീട്ടിലേക്ക് മാറിയതും കോകിലയുടെ പാചകത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് അദ്ദേഹം എത്താറുണ്ട്. ഇപ്പോഴിതാ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവുമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോഴിതാ കോകിലയുടെ പിറന്നാളാഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 6 വയസ്സുള്ള സമയത്ത് ഞാൻ കോകിലയ്ക്ക് ചോറ് വാരി കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ഫോട്ടോയും ബാല കാണിച്ചിരുന്നു. ഞാനൊരു മനുഷ്യൻ, മരണത്തിന് മുന്നിൽ നിന്നും ജീവിതം തിരിച്ചു തന്നത് ദൈവം. ജീവിതത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത് കാശല്ല, സ്നേഹമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പേടിയാണിപ്പോൾ. എൻ്റെ എല്ലാ സ്വത്തും ഞാൻ കോകിലയ്ക്ക് കൊടുത്തു. എനിക്ക് 10 രൂപ വേണമെങ്കിൽ കൂടി കോകില തരണം. ഞാനൊരു ബിസിനസ് പ്രൊഡക്റ്റല്ല. എനിക്കും വേദനിക്കും. ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ചത്തുപോയാൽ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ മനസ്സും വേദനിക്കും. 2 വർഷമായി ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ. ഇതുവരെ ഞാൻ മൗനമാണ്. ഞാൻ മാത്രമല്ല വിക്ടിം. എന്നെപ്പോലെ കുറേ പേരുണ്ട്. ഇത്ര പേർക്ക് ഇത്ര കോടി കൊടുത്തു, കാശ് വേണ്ട, സത്യം പറയുമോ എന്നൊക്കെ ചോദിച്ച് ആളുകൾ വിളിക്കുന്നുണ്ട്. പറ്റുന്നില്ലടോ എന്നാണ് അവരോട് എൻ്റെ മറുപടി എന്നുമായിരുന്നു ബാല പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ കുറേ പട്ടികളുണ്ട്. അവർക്കെല്ലാം ചേട്ടൻ സ്വർണ്ണമാല ഇട്ടിരുന്നു. ബി എന്നെഴുതിയ ലോക്കറ്റുമുണ്ട്. നമ്മളെക്കാളും ചെലവാണ് ഇവർക്ക്. ആശുപത്രിയിൽ പോകുന്നതും കുളിപ്പിക്കുന്നതും ഫുഡുമൊക്കെയായി നല്ല ചെലവാണ്. ഒരു മാസം 50,000-ഓളം ചെലവുണ്ട്. 4 പേരുണ്ടല്ലോ. നമ്മൾ തന്നെയാണ് നോക്കുന്നത്. ഞാനെല്ലാം പഠിപ്പിച്ചു വരികയാണ്. ഇവരോടൊപ്പമുള്ളപ്പോൾ സമയം പോകുന്നതേ അറിയില്ല. മാമാക്ക് ജീവനാണ് ഇവരൊക്കെ. എല്ലാവരും നല്ല സ്നേഹമാണ്. നിയോ, ഡെയിൽസി, ഷെൽസി, സിംഗ എന്നൊക്കെയാണ് പട്ടികളുടെ പേരുകൾ. ഇതുവരെ ഇവർ ആരെയും കടിച്ചിട്ടില്ല എന്നും വളർത്തുമൃഗങ്ങളെക്കുറിച്ച് കോകില പറഞ്ഞു.